പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മളത് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹാലു ഇന്നത്തെ ടെസ്റ്റ് മണിയെയും കർത്താവെ പറയാൻ കടന്ന മകളെയും കർത്താവിൻ്റെ പാദത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിൻ്റെ മകളുടെ ഓരോ അനുഭവങ്ങളും കർത്താവെ അത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അവരുടെ ജീവിതത്തിൽ അവർ വിശ്വാസം വർദ്ധിക്കാനും കർത്താവെ ആത്മീയമായി ഹല്ലേലൂയ ഒരു കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും കർത്താവ് ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദ്യോടൊന്നും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനകനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ദുബൈയിൽ നിന്ന് പ്രിയമകൾ സിസ്റ്റർ റീസ ബിജു ആണ്. സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മോളെ. പ്രൈസ് ലോർഡ് ആന്റി. ഓക്കെ. ദുബൈയിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നില്ലയോ? അതെ അതെ, ദുബൈയിൽ നിന്നാണ്. അതെ. ഓൾറെഡി നമ്മുടെ ഹിന്ദി മേരി കഹാനിയിൽ പ്രിയ റീസ സിസ്റ്റർ വന്ന് ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സാക്ഷ്യം അറിയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. നമുക്കൊന്നിച്ച് ആ സാക്ഷ്യം കേൾക്കാം. അതിന് മുന്നേ നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടെയാണ് ജനിച്ചു വളർന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതൊക്കെ ഒന്ന് പറയാം. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവം എനിക്ക് ഈ ഒരു വേദി ഒരുക്കി തന്നതിനായി ദൈവത്തിന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന്റെ ഞാൻ മുമ്പേ എന്റെ ഹിന്ദിയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ദൈവം എനിക്ക് ഈ വേദി ഒരുക്കി തന്നതിനായി ദൈവത്തിനും ഷാരോൺ ആന്റിനും ആസാദ് ടിവിയുടെ എല്ലാ എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എന്റെ പേര് റീസ ബിജു എന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്, പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന എല്ലാം ഡൽഹിയിൽ നിന്നാണ്. എന്റെ വീട് ഡൽഹിയിലാണ്. എന്റെ മമ്മി പപ്പ ഡൽഹിയിലായിരുന്നു. ഞങ്ങൾ മമ്മിയും എന്റെ പപ്പയുടെ പേര് ബാബു, വാസുദേവൻ ബാബു ആയിരുന്നു. മമ്മി മോളി ബാബു ആണ്. എനിക്ക് ഒരു അനീതി ഉണ്ട്, റിൻസി ബാബു. അവളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനിപ്പം എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ദുബൈയിലാണ്. എന്റെ പ്രൊഫഷൻ ഞാൻ നേഴ്സാണ്. നേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങളിപ്പം ദുബൈയിലായിരിക്കുന്നു. ഓക്കെ മോളെ, ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത്, ഇപ്പം ദുബൈയിലായിരിക്കുന്നു. ഓക്കെ. അന്നേരം നമുക്ക് സാക്ഷ്യത്തിലേക്ക് കടക്കാം. എല്ലാ അനുഭവങ്ങളും പറയാം. സ്തോത്രം. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എന്റെ സ്നേഹവന്ദനം. ഞാൻ പറഞ്ഞ പോലെ എന്റെ പേര് റീസ ബിജു എന്നാണ്. ഞാൻ ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിലും ദൈവമക്കൾ ക്ഷമിക്കണം. എന്റെ ഒരു ചെറിയ സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ വരുവാണ്. എന്റെ അനുഭവങ്ങളും ഞാൻ എന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്ത എല്ലാ അത്ഭുതങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യാനും അതുകൊണ്ട് നിങ്ങളും ദൈവത്തോട് കൂടുതൽ അടുപ്പാനും അതിനെ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഒരു ചെറിയ സാക്ഷ്യം പറയാണ്. പറഞ്ഞ പോലെ എന്റെ പേര്, ഞാനും ഡൽഹിയിൽ നിന്നായിരുന്നു. ജനിച്ചു വളർന്ന എല്ലാം ഡൽഹിയിൽ നിന്നാണ്. എന്റെ പപ്പ ഒരു ഹിന്ദു ആയിരുന്നു. എന്റെ മമ്മി കാത്തലിക് ആയിരുന്നു. അവര് കല്യാണം കഴിഞ്ഞു അവിടെ ആയിരുന്നു. പിന്നെ എനിക്കൊരു അനീതി ഉണ്ട്. ഞങ്ങള് അവിടെ നിന്ന് ഒത്തിരി കഷ്ടങ്ങൾ ഭാരങ്ങൾ കൊച്ചിലെ തൊട്ട് ഒത്തിരി കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നു വന്നത്. എന്റെ പപ്പ ഒരു ആൽക്കഹോളിക് ആയിരുന്നു. ഒത്തിരി കുടിക്കുമായിരുന്നു, ജോലിക്കൊന്നും പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊച്ചിലെ തൊട്ട് ഭയങ്കര പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്റെ പപ്പ ഹിന്ദു ആയിരുന്നെങ്കിലും ഞങ്ങൾ ഒരിക്കലും, എന്റെ മമ്മി ഞങ്ങളെ ഹിന്ദുവിലോട്ട് കൊണ്ടുപോയിട്ടില്ല. എപ്പോഴും മമ്മി ക്രിസ്ത്യനി തന്നെ നിർത്തി. ഞങ്ങള് ചർച്ചിൽ പോവാനും ഞങ്ങളങ്ങനെ അമ്പലത്തിലോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഹിന്ദുസിന്റെ ഫോട്ടോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കൊച്ചിലെ തൊട്ട് ഞാൻ കണ്ടിട്ടില്ല. ക്രിസ്ത്യൻസ് മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്യുമായിരുന്നു. കാത്തലിക്കിന്റെ ആ രീതിയിൽ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 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 ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു പിള്ളേർക്ക് എപ്പോഴും ഒരു ഓർമ്മയാണ്. എല്ലാരും പറയും വലുതാവുമ്പോൾ കുഞ്ഞായാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും എല്ലാരും അത് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് വേണ്ട. ബിക്കോസ് അത് ഞാൻ ഒത്തിരി അനുഭവിച്ചതാണ്. മാനസികമായി ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയതാണ്. എന്റെ ഡാഡി പറഞ്ഞ പോലെ ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഒത്തിരി കള്ളു കുടിക്കുമായിരുന്നു. വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. മമ്മി മാത്രം ജോലിക്ക് പോകത്തുള്ളായിരുന്നു. ഞങ്ങളെ ഇത്രത്തോളം ആക്കി അടുത്ത എന്റെ മമ്മിയാണ്. പിന്നെ
കാത്തലിക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയുമ്പം ഞങ്ങൾ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു പ്രാവശ്യം പള്ളിയിൽ പോവും, കുറച്ചു നേരം അവിടെ ഇരിക്കും വരും, അത്രേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തെ പ്രാർത്ഥന. അല്ലാതെ വേറെ ഒരു പ്രാർത്ഥന ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലത്തെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ അപ്പുറത്ത് ഒരു ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയിട്ടില്ല. പല പ്രാവശ്യം പാസ്റ്ററുകളും പാസ്റ്റർ പി.കെ. സാംകുട്ടിയും പിന്നെ ആന്റിയും വന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുഞ്ഞിലായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. മമ്മിയെ വന്ന് കുറെ പ്രാവശ്യം വിളിച്ചു പള്ളി വരണം, ബിക്കോസ് അത് അടുത്തതാ, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്താ. ഞങ്ങൾ റെന്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മമ്മി എപ്പോഴും മടിച്ചിരുന്നു. ബിക്കോസ് ബെന്തിക്കോസ് ആവുമ്പോ എല്ലാവർക്കും ഒരു മടിയല്ലേ, അതുകൊണ്ട് മമ്മി ഭയങ്കരമായിട്ട് മടിച്ചിരുന്നു. മമ്മി പോയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടില് അടിയും ബഹളവും പ്രയാസങ്ങളൊക്കെ വന്നപ്പോ എപ്പോഴും അവർ ഓടി വരുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി സമാധാനിപ്പിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ അവര് രണ്ടുപേരും ഓടി വരുമായിരുന്നു. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി. പിന്നെ ഞാൻ പറയുന്നത് കൊച്ചിലെ തൊട്ട് ഇങ്ങനെ ഒരു ഈ അവസ്ഥ എല്ലാം കണ്ടുകൊണ്ട് ഞാനും എന്റെ അനിയത്തി എന്റെ മമ്മി മാത്രമേ ഉള്ളായിരുന്നു ഒരു ഫാമിലി ആയിട്ട്. അല്ലാതെ ഞങ്ങൾ സ്കൂളിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിൽ പോകണമെങ്കിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഡാഡിയുടെ ഒരു പാട്ടില്ലായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അത് കഴിഞ്ഞപ്പം ഒരു പ്രാവശ്യം മമ്മി ഒത്തിരി പ്രയാസങ്ങളൊക്കെ വന്നപ്പോഴത്തേന് മമ്മി പറഞ്ഞു ഇനി ഞാൻ പള്ളിയിൽ പോകണം, അവിടെ പോയി ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ പറയും. പക്ഷെ പിന്നെ അതൊന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേനും മമ്മി പിന്നെ സെയിം സിറ്റുവേഷനിലോട്ട് പോകും. പക്ഷെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് ദൈവത്തോട് ഒരു വിശ്വാസം. മമ്മി എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പത്തേന് മദർ മേരീനെയാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള കൊച്ചിലേലും മദർ മേരി മാത്രമേ ഫോട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ ക്യാൻഡിൽ കത്തിക്കുന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ജീസസ് ആരാ അതൊന്നും ഞാൻ അത്രയായിട്ട് ഞാൻ കൊച്ചിലെ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കുഞ്ഞായിരുന്നു, എന്റെ അനിയത്തി ഉണ്ട്. ഞാൻ കുഞ്ഞായപ്പോ ഞാൻ ഒരു ഹൊറർ മൂവി കണ്ടപ്പോഴത്തേന് എനിക്ക് ഒത്തിരി പേടിയായി. അത് കഴിയുമ്പോഴത്തേനും ഞാൻ ഉറങ്ങാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും മമ്മി എന്നോട് പറഞ്ഞു, മോനെ യേശുവോട് പ്രാർത്ഥിക്ക്. അന്ന് എന്റെ മമ്മിയോട് അങ്ങനെ യേശുയുടെ കാര്യം പറയാം, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്ക്, എല്ലാം മാറും ഒക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്ന് ആ വാക്ക് കേട്ട് യേശു അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് ഒത്തിരി നല്ല ഒരു ഒരു നല്ല ഒരു നിദ്ര എനിക്ക് കിട്ടി. അന്ന് ആ ഒരു വിശ്വാസം എനിക്ക് ആരോ ഉണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ആരോ ഉണ്ടെന്ന് കൊച്ചിലെ എന്റെ മനസ്സിൽ കയറിയ ആ ഒരു വിശ്വാസം, ഒരു തോന്നല്, ഒരാൾ ഉണ്ടല്ലോ എന്റെ. കൊച്ചിലെ ആയതുകൊണ്ട് എനിക്ക് ആരോടും ഒന്നും പറയാം, എന്റെ ബുദ്ധിമുട്ടുകളും എന്റെ പ്രയാസങ്ങളും എന്റെ ആവശ്യങ്ങളും എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ വലുതായി വരുന്നപ്പോ എനിക്ക് പിന്നെ ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങി, ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അത് പ്രാർത്ഥനയോ മുട്ടുകുത്തി പ്രാർത്ഥനയോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് കാഷ്വലി ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്യുവാണെങ്കിലും എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേനും ഒരു മമ്മിയുടെ അനിയനും അനിയത്തിയും വിശ്വാസത്തിലാണ്. അവരും അനിയത്തി ഡൽഹിയിലാണ്, കുടുംബസമേത ഡൽഹിയിലാണ്. പിന്നെ അനിയൻ ദുബായിലായിരുന്നു. അപ്പൊ അവര് ഒരു പ്രാവശ്യം അവിടെ ഏതോ കൺവെൻഷൻ നടന്നപ്പം അവര് ഡൽഹി വന്നു. അങ്ങനെ മമ്മിയെ കൂട്ടിക്കൊണ്ട് അവര് ഒരു കൺവെൻഷനിൽ പോയപ്പോ അന്നാണ് മമ്മി തീരുമാനിച്ച് ഇനി തൊട്ട് ഞാൻ ചർച്ചിൽ പോവും, ആരാധിക്കും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങള് FGC ചർച്ച് ഓഫ് ഗോഡ്, ഞങ്ങളുടെ അടുത്തുള്ള ചർച്ചാണ്, പി.കെ. സാംകുട്ടി പാസ്റ്ററുകളുടെ അവിടെ പോവാൻ തുടങ്ങിയത്. അവിടെ പോയപ്പോ ആണ് പിന്നെ എനിക്കൊരു ഞങ്ങൾക്കൊരു ഫാമിലി കിട്ടിയല്ലോ. ബിക്കോസ് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഞങ്ങളോട് എന്തെങ്കിലും പറയാനും ഒക്കെ ആൾക്കാർ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നു. പിന്നെ അവിടെ തൊട്ട് ഞാൻ കൊച്ചിലെ തൊട്ട് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ, ഞങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് പഠിച്ചത്. സൺഡേ സ്കൂളിൽ പോകണം, അതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഉപസിക്കുമായിരുന്നു. എനിക്ക് ഉപസിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൊച്ചിലെ തൊട്ട് ഞാൻ ഉപസിക്കുമായിരുന്നു. ഞാൻ ഉപസിക്കുന്ന പറഞ്ഞാൽ എന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്റെ ഡാഡിയുടെ കള്ളുകൂടി മാറണം എന്നൊക്കെ പറഞ്ഞ് ഉപസിക്കുമായിരുന്നു. കുറെ വർഷങ്ങൾ ഉപസിച്ചു. പക്ഷെ ഒന്നും ആയില്ല. അങ്ങനെയാണ് പിന്നെ 2000 എന്റെ +2 കഴിഞ്ഞപ്പം എന്റെ മമ്മി ഞങ്ങൾ നഴ്സിംഗിന് വിട്ടു. ഞാൻ പിന്നെ നഴ്സിംഗിന് 2004 ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ആന്ധ്രയിൽ പോയി.
വിശാഖപട്ടണത്തിൽ ഞാൻ ആന്ധ്രയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ പോയി. നഴ്സിംഗ് പഠിക്കുന്നതിന്റെ 2 വർഷം ആയപ്പോഴത്തേന് ഞാൻ വെക്കേഷനിൽ വരുമ്പോഴത്തേന് ഞാൻ ഫസ്റ്റ് ഇയറിൽ വരുമ്പോ വിശാഖപട്ടണം ആയതുകൊണ്ട് എന്റെ പപ്പയായിരുന്നു എന്നെ കൊണ്ടുവരുന്നത്. ബിക്കോസ് 3 ദിവസത്തെ ട്രെയിൻ ജേർണി ആയതുകൊണ്ട് അപ്പോഴും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട്. എന്റെ പപ്പ ട്രെയിനിൽ വരെ കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒത്തിരി എംബാരസ്മെന്റ് സഹിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതും കൂടെ കാണുമായിരുന്നു. ഭയങ്കര മാനസികമായി ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേന് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേന് എന്റെ ഡാഡി കള്ളുകുടി എല്ലാം മാറി. ഞാന് അപ്പൊ ഞാൻ ഓർക്കുവായിരുന്നു, ഞാൻ അന്ന് കൊച്ചിലെ ഉപസിച്ചതൊന്നും ചിലപ്പോ ആ സമയത്ത് എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവം അതെല്ലാം കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2000 അപ്പം എന്റെ സെക്കൻഡ് ഇയർ ആയപ്പോ തന്നെ എന്റെ ഡാഡി കള്ളുകുടി എല്ലാം മാറി വേറെ ഒരു മനുഷ്യനായി മാറി. ഡാഡിയുടെ ഒരു ക്വാളിറ്റി എന്തുവാന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുമായിരുന്നു, വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളെ ഒരിക്കലും ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല. പള്ളി പോവാനോ അമ്പലത്തിൽ പോവാനും അല്ലെങ്കിൽ ഇവരെ പൂജിക്കാനോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുള്ളൂ പള്ളി പോവാനും സൺഡേ സ്കൂളിൽ പോവാനും മാത്രമേ ഞങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടും നിങ്ങൾ എനിക്കേ പറ്റുന്നില്ല, നിങ്ങളെങ്കിലും മക്കളെ നിങ്ങൾ ചർച്ചിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി എൻകറേജ് ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ ഡാഡി പള്ളിയിൽ പോവാൻ തുടങ്ങി. എല്ലാം ഞങ്ങളുടെ ലൈഫ് എല്ലാം മാറി. എല്ലാം ഒരു ഹാപ്പി ആയി. ഞങ്ങളുടെ ഒരു ഫാമിലി എങ്ങനെയാ വേണ്ടിയേ, പപ്പ മമ്മിയും അനീറ്റിയും അതെല്ലാം എല്ലാ കാര്യത്തിനും എന്റെ ഡാഡി ഞങ്ങളുടെ കൂടെ വരാൻ തുടങ്ങി. ഒരു ഒരു ഹാപ്പി ഫാമിലി ആയി. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എന്റെ നഴ്സിംഗ് പോയിക്കൊണ്ടിരുന്നപ്പോ ആണ് തേർഡ് ഇയർ എന്റെ കംപ്ലീറ്റ് ആവുന്നേ ഉള്ളായിരുന്നു. അപ്പത്തേന് ഞാൻ കൊച്ചിലെ തൊട്ട് ഒരു ചബി ആയിരുന്നു. എന്റെ പെട്ടെന്ന് 10 കിലോ ഒക്കെ കുറഞ്ഞപ്പോഴത്തേന് എനിക്കറിയത്തില്ല എന്തിനാ കുറഞ്ഞത്. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ പ്രശ്നമോ ഫീവറോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ എന്റെ വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ ആയപ്പോ ഞാൻ പിന്നെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ ചുമ്മാ എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോ തന്നെ എന്റെ ക്രിയാറ്റിൻ ഇച്ചിരി ബോർഡർ ലൈനിലായിരുന്നു. എനിക്ക് ഇന്ന് 21-22 ഇയേഴ്സേ ഉള്ളു. അപ്പത്തേന് ഡോക്ടർ പറഞ്ഞു സാരമില്ല, ചിലപ്പം അടുത്ത പ്രാവശ്യം ചെയ്യാം, ഒരു മെഡിസിൻ കഴിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ മെഡിസിൻ എല്ലാം കഴിച്ചിട്ട് ഞാൻ പിന്നെയും പോയി ഡോക്ടറുടെ അടുത്ത്. ഡോക്ടർ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും പിന്നെയും ആ സെയിം റിപ്പോർട്ടായിരുന്നു, അതിനകത്ത് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അപ്പത്തേനും ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്കൊരു ബയോപ്സി ചെയ്തേക്കാം. അപ്പത്തേനും എന്റെ തേർഡ് ഇയറുടെ എക്സാം കഴിഞ്ഞായിരുന്നു. അപ്പൊ പറഞ്ഞു ഒരു ബയോപ്സി ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബയോപ്സി ചെയ്തപ്പോഴത്തേന് അതിനകത്ത് ഓൾറെഡി എന്റെ 70% കിഡ്നി ഫെയിൽ ആയിരുന്നു. പക്ഷെ എന്നോട് ഒന്നും പറഞ്ഞില്ല. ബിക്കോസ് ഞാൻ ഒത്തിരി യങ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പം ഞാൻ ഇപ്പൊ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഇതാവത്തില്ലേ, അതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല. എത്ര പറഞ്ഞു, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെന്നെ മമ്മീനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മമ്മി വന്ന്, ഞങ്ങൾക്ക് 2 വർഷം ബോണ്ട് ഉണ്ടായിരുന്നു. ബോണ്ട് 2 വർഷം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പണ്ട് 2 വർഷം ബോണ്ട് മീൻസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണമായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു, എന്നാലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ മമ്മി ഡൽഹി കൊണ്ടുവന്നു. എല്ലാം ടെസ്റ്റ്, ഹോസ്പിറ്റലിൽ കയറാത്തൊന്നുമില്ല, എല്ലാ ടെസ്റ്റ് മമ്മി എല്ലാം ചെയ്തു. എന്റെ മമ്മി തന്നെ ഉള്ളായിരുന്നു ഞങ്ങളുടെ കൂടെ. എല്ലാ ടെസ്റ്റുകൾ ചെയ്തു, ഡോക്ടർമാരെ കാണിച്ചിട്ട് ഡോക്ടർ കുഴപ്പം ഉണ്ട്, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്, എന്നാലും ഡോക്ടർ എന്നോട് പറഞ്ഞു മോനെ ഇതിനൊന്നും ചെയ്യാനൊന്നുമില്ല. എനിക്കിപ്പം നിന്റെ ക്രിയാറ്റിൻ അത്ര ഹൈ ഒന്നല്ല, എനിക്ക് നിന്നോട് മെഡിസിൻ തരാനോ അങ്ങനെ ഒന്നുമില്ല. നീ യങ് ആണ്, നീ പഠിക്കുക, ജോലി ചെയ്യുക, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട, ജസ്റ്റ് ജോലി ചെയ്യുക. ഇടയ്ക്ക് ഒരു 3-4 മാസം കൂടുമ്പത്തേന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബിക്കോസ് പറയാൻ പറ്റത്തില്ല ഇത് എപ്പോഴാ കൂടുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ 2007 എനിക്ക് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറെ നാൾ അവിടെ വീട്ടിൽ വെറുതെ ഇരുന്നു. മെഡിസിൻ ഒന്നും ഇല്ലായിരുന്നു, എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആയപ്പോ ഞാൻ പറഞ്ഞു മമ്മി ഞാൻ തിരിച്ചു പോയി ബോണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചെന്റെ ബോണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു.
അങ്ങനെ ജോലി ചെയ്തു. പിന്നെ വന്ന ഉടനെ തന്നെ എന്റെ കല്യാണമായി. 2010 എന്റെ കല്യാണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് മണിയാറിന്നാണ്, പത്തനംതിട്ട മണിയാറിന്നാണ് എന്റെ ഹസ്ബൻഡ്. അവിടെ ഒന്ന് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2000 പിന്നെ ഞാൻ യമനിൽ പോയി. എന്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ 2011 ആയപ്പോഴത്തേനും യമനിൽ പോയി. യമനിൽ അന്ന് ഫ്രണ്ട്സ് എല്ലാരും കൂടെ പോയപ്പോ അങ്ങ് പോയതാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ഞാൻ ചെന്നിട്ട് ഒരു 6 മാസം 7-8 മാസം കുഴപ്പമില്ലാതെ പോവായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോഴത്തേനും അവിടെ യുദ്ധം തുടങ്ങി, പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി. അങ്ങനെ ആയപ്പോഴത്തേന് മിക്കാരും, എനിക്ക് തോന്നുന്നു 70% സ്റ്റാഫ് എല്ലാവരും തിരിച്ചു പോകുന്നു. ഞങ്ങൾ റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു. പക്ഷെ എന്നാലും എന്തോ പറ്റി എനിക്കറിയത്തില്ല, ഞാൻ റെസിഗ്നേഷൻ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ 2 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്നു. എന്തായാലും ദൈവം കാത്തു. എന്താ പറയാന്, ദൈവം കാത്തു. അവിടെ എനിക്ക് നല്ലൊരു ചർച്ച് ഉണ്ടായിരുന്നു, അവിടെ പോകുന്നുണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആരാധനയ്ക്ക് പോവാനും എല്ലാം നല്ലതായിരുന്നു. സപ്പോർട്ടും, നമുക്ക് ഒരു നല്ല ചർച്ച ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അവരുണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് ധൈര്യമായിരുന്നു, ഞാൻ നിന്നു. ബിക്കോസ് നമ്മൾ പൈസ ചെലവാക്കിയാ വരുന്നേ. അങ്ങനെ ആയപ്പോഴത്തേനും ഞാൻ അവിടെ നിന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല എങ്ങനെ നിന്നെന്ന് അറിയത്തില്ല, പക്ഷെ നിന്നു. ദൈവം നൽകിയ ധൈര്യമാണ്, ദൈവം കാക്കുന്നതാണ്. ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. ആരാധന കഴിഞ്ഞ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. എന്റെ ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ ഈ ചർച്ച്. അവിടുത്തെ പാസ്റ്റർ ആന്റിയാ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത്. അപ്പം അപ്പൊ ഞങ്ങൾ ആരാധന കഴിഞ്ഞ് വൈകുന്നേരമായിരുന്നു അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ തന്നെ അവിടെ പെട്ടെന്ന് വെടിവെപ്പും എങ്ങനെയൊക്കെ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. എന്തോ പറ്റിയെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ പക്ഷെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല, ബിക്കോസ് ഞാൻ ഹോസ്റ്റലിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഹോസ്റ്റലിലും അല്ല. അപ്പത്തേന് അവര് ചോദിക്കും എവിടെ പോയത്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, പിന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ചേട്ടന് പറഞ്ഞു, ആ ചേട്ടനും ഞങ്ങളുടെ കൂടെ അവിടെ ജോലി ചെയ്യുന്നയാ, ഞാൻ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു പോയപ്പോഴത്തേനും ആകാശത്തിൽ ഭയങ്കര എന്തൊക്കെ പൊട്ടുന്നു, ഒത്തിരി സൗണ്ട്, ഭയങ്കര വെടിവെപ്പിന്റെ സൗണ്ട്. എങ്ങനെയാ, എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇറങ്ങിയപ്പോഴത്തേനും, ഞങ്ങൾ അവിടെ കയറിയപ്പോഴത്തേനും, ഞങ്ങൾ എമർജൻസി ത്രൂ ഒക്കെ ആയിരുന്നേ, കയറിയപ്പോഴത്തേനും അവിടെ ആൾക്കാർ ഇങ്ങനെ കിടക്കുമായിരുന്നു. ആൾക്കാർ ഇങ്ങനെ കട്ടിലേലും താഴെയും എല്ലാം വെടിവെച്ച് എങ്ങനെ ഭയങ്കര മുറിവൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പേടിച്ചു പോയി, എന്ത് പറ്റി, ഇതെങ്ങനെ. അപ്പത്തേന് ഞങ്ങൾ എന്റെ വാർഡിൽ വന്നപ്പോഴത്തേന് ആ ചേച്ചി പറഞ്ഞു, മോൻ എന്താ ഇപ്പൊ വന്ന, ഇത് കണ്ടില്ലേ, ഇവിടേക്ക് എങ്ങനെ വന്നു, എന്തിനാ വന്നെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ചേട്ടനെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ആൾക്കാർ ഈ കൂടെ ഈ ഉണ്ടയൊക്കെ വീണ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ വന്നേന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും ദൈവം കാത്തി ഇവിടെ വരെ വന്നു. ദൈവം ഒന്നും ഞങ്ങളെ രണ്ടുപേർക്കും ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു. കറണ്ട് ഇല്ലായിരുന്നു, വെള്ളവും ഇല്ലായിരുന്നു. എന്നാലും 2 വർഷം ഞാൻ അങ്ങനെ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അതുവരെ എനിക്ക് കിഡ്നിയുടെ അങ്ങനെ പ്രയാസങ്ങളൊന്നും വന്നിട്ടില്ല. ക്രിയാറ്റിൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അത്രേ ഉള്ളായിരുന്നു. മെഡിസിൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 2012 പ്രഗ്നന്റ് ആയി. പ്രഗ്നൻസി ഞാൻ യമനിന്ന് വന്നുകൊണ്ട് പ്രഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ ജോലിക്കൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ എന്റെ ഹസ്ബൻഡ് കുവൈറ്റിലുണ്ടായിരുന്നു, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഡൽഹിയിലുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ എല്ലാം ഭംഗിയായി പോകുന്നുണ്ടായിരുന്നു. പ്രഗ്നൻസി തുടങ്ങിയപ്പോ തൊട്ട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ബിക്കോസ് എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും, എനിക്ക് ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു. വോമിറ്റിങ്സും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5 മാസം 6 മാസം ആയപ്പോഴത്തേന് എന്റെ ശരീരം മൊത്തം നീര് വെക്കാൻ തുടങ്ങി. അപ്പത്തേന് എല്ലാരും പറഞ്ഞു, സാധാരണ പ്രഗ്നൻസിയിൽ നീര് വെക്കുമല്ലോ, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പിന്നെയാണ് എന്റെ ഹസ്ബൻഡ് കോള് വന്ന്, എന്റെ ഹസ്ബൻഡിന് സ്റ്റോണിന്റെ പ്രശ്നം വന്ന് 3-4 ദിവസമായിട്ട് വോമിറ്റിങ്ങും പെയിനും ആയിട്ട് എന്റെ ഹസ്ബൻഡ് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, സർജറി ചെയ്തേ പറ്റൂ. അപ്പത്തേന് ഞാൻ ഓർത്തു, അപ്പൊ ഹസ്ബൻഡ് ഓൾറെഡി ജോലി വേറെ മാറാൻ വേണ്ടി റിസൈൻ ചെയ്ത് കൊടുത്തേക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നുകൊണ്ട് എന്റെ ഹസ്ബൻഡിന് തിരിച്ചു വരാനേ പറ്റത്തുള്ളായിരുന്നു.
വിചാനോ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ എന്തോ ചെയ്യാനാന്നൊക്കെ. അപ്പൊ ഞാനും ജോലിയില്ല, എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡിന് ജോലി ഇല്ലാതാവുമ്പത്തേന് ഞങ്ങൾ എന്തോ ചെയ്യും, ഞാൻ പ്രഗ്നന്റ് കൂടെയാണ്. അങ്ങനത്തെ എന്നാലും വരാൻ പറഞ്ഞു, എന്തോ ചെയ്യാനാ, വേറെ ഓപ്ഷൻ ഇല്ല, സർജറി ചെയ്തേ പറ്റൂ. അങ്ങനെ എന്റെ ഹസ്ബൻഡ് വന്നു. എന്റെ ഹസ്ബൻഡ് വന്നതിന്റെ അന്നത്തേക്ക് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, ബുദ്ധിമുട്ട്, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആയിട്ട് ഞാൻ പോയി. എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ഫാമിലി ഡൽഹി തന്നെ ഉണ്ട്, അവരുടെ വീട്ടിലായിരുന്നു ഞങ്ങള് അന്ന്. അവർ അപ്പോയിന്റ്മെന്റ് സർജറി എല്ലാം ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേന് ഞാൻ എന്റെ ചേച്ചിയോട് പറഞ്ഞു, ഏട്ടത്തിയോട് പറഞ്ഞു, എന്റെ BP ഒന്ന് നോക്കണേ ചേച്ചി, എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല, എന്തോ അതുപോലെ തലവേദനയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവരെന്റെ BP നോക്കിയപ്പോ എന്റെ BP ഭയങ്കര ഹൈ ആയിരുന്നു, 240 140 ഒക്കെ BP ഉണ്ടായിരുന്നു. അപ്പത്തേന് അവര് പറഞ്ഞു ഗോഡനെ തന്നെ ആദ്യം അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോവാന്നൊക്കെ പറഞ്ഞ് അവർ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ സ്കാൻ ഒക്കെ ചെയ്തപ്പോ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ BP ഒത്തിരി ഹൈ ആ, അതുകൊണ്ട് ഇത്ര BP വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. 3 നേരം ഈ മെഡിസിൻ കഴിക്കുക, എന്നിട്ട് അടുത്ത ദിവസം പോയി എന്റെ ഡോക്ടറെ അടുത്ത്, നീ എവിടെ കാണിക്കുന്ന അവിടെ പോയി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. BP മെഡിസിൻ എല്ലാം കഴിച്ചു, BP എന്നിട്ട് കുറയുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടർ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു നോക്കാം, ബിക്കോസ് ഇത്ര BP ആയതുകൊണ്ട് ഫിറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ കുറെ മെഡിസിൻ ഒക്കെ തന്നു. ഒരു 3-4 ദിവസം അവർ എന്നെ അവിടെ കിടത്തി. എന്നിട്ട് ലാസ്റ്റിൽ ഒരു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേന് അവര് പറഞ്ഞു കുഞ്ഞിനകത്തുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞു, അതുകൊണ്ട് ഇനി ഇത് വെച്ചിട്ട് കാര്യമില്ല, ഇത് കളഞ്ഞേ പറ്റത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഡെലിവറി ചെയ്യിപ്പിക്കാൻ പറ്റത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് കൺസെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പത്തേന് എന്റെ ചർച്ചിന്റെ അങ്കിൾമാരൊക്കെ വന്ന് പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സെന്റ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി അവിടെ പിന്നെ അവിടുത്തെ ഡോക്ടർമാരും ഇത് തന്നെ പറഞ്ഞ്, ഇനി ഇത് ഫ്ലോ ഒക്കെ കുറഞ്ഞു, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നോർമൽ ട്രൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ സിസേറിയൻ ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് ഒത്തിരി ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എപ്പോ വേണമെങ്കിലും ഫിറ്റ്സ് വരാം, അത് മാത്രം ഒരു പേടിയുള്ളൂ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. ബിക്കോസ് ഇവളുടെ ലൈഫിൽ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ലൈഫ് ബുദ്ധിമുട്ടാവും, പ്രയാസമാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സെപ്പറേറ്റ് ഒരു റൂമിൽ കിടത്തി. അങ്ങനെ ഞാൻ ചെന്നപ്പോ എന്റെ BP കുറയ്ക്കാൻ വേണ്ടി അവർ എനിക്കൊരു മെഡിസിൻ തന്നു, ഒരു ഇഞ്ചക്ഷൻ തന്നു. ഞാൻ ഒരു കുഴപ്പമില്ലാതെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, തലവേദന ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്തായാലും നടന്നാ പോയത്. അവിടെ പോയി കിടന്നത് എല്ലാം നോർമൽ ആയിരുന്നു. പക്ഷെ അവർ ആ ഇഞ്ചക്ഷൻ തന്നപ്പോഴത്തേന് എനിക്കറിയത്തില്ല, എനിക്ക് എന്തോ പറ്റിയെന്ന്, എനിക്ക് ശ്വാസം കിട്ടാതായി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസങ്ങളായി. ആ സമയത്ത് ഞാൻ ഓർത്തു എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. അതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അവരെന്റെ മമ്മീനെ പെട്ടെന്ന് വിളിച്ചു. പിന്നെ മമ്മി എന്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു, എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഞാൻ ഇച്ചിരി കാം ഡൗൺ ആയി. അപ്പത്തേനും അവര് പറഞ്ഞു ഇപ്പൊ ഒരു മെഡിസിൻ രാവിലെ ഒരു മെഡിസിൻ വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ മെഡിസിൻ എല്ലാം വെച്ചു, പക്ഷെ എനിക്ക് വേദനകളൊന്നും വന്നില്ല. അപ്പത്തേനും വൈകുന്നേരം ഡോക്ടറായി വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു, വേദന വന്നോ മോനെ? അപ്പൊ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് വേദന ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, അപ്പൊ ഡോക്ടർമാർക്ക് ഒരു ഇത്, ബിക്കോസ് അവർ പറയുന്ന കുഞ്ഞു മരിച്ചു, ഇനി സിസേറിയൻ കൂടെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഒരു ഇതല്ലേ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിരുന്നു. പക്ഷെ എനിക്ക് വേദന വന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേക്കും ഡോക്ടർ പിന്നെ പറഞ്ഞു, എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഒരു മെഡിസിൻ കൂടെ വെക്കാം, അത് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് നമുക്ക് ഒന്നും ആയില്ലെങ്കിൽ രാവിലെ വന്ന് നമുക്ക് സിസേറിയൻ ചെയ്ത് എടുക്കാം, ബിക്കോസ് ഒത്തിരി കുഞ്ഞു ഓൾറെഡി മരിച്ചു ഉള്ളില്, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് മെഡിസിൻ വന്ന് വെച്ച്, അത് കഴിഞ്ഞതിന്റെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വേദന തുടങ്ങി. എനിക്ക് വേദനയായി. കുഞ്ഞ് ഓൾറെഡി മരിച്ചോണ്ട് തിരിഞ്ഞു കിടന്നതാണ്, തലയല്ലായിരുന്നു, ബട്ടക്സ് ആയിരുന്നു ആദ്യം കിടന്നത്. അതുകൊണ്ട് അതും വരാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി, ബിക്കോസ് കുഞ്ഞിന്റെ ഒരു എഫേർട്സ് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ നോർമൽ ഡെലിവറി തന്നെ ആയി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ മമ്മി മാത്രമേ ആ കുഞ്ഞിനെ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ആ സമയത്ത് പിന്നെ ഓൾറെഡി ഈ
എന്താ പറയുക, ഡെലിവറി ആവുന്ന സമയത്ത് തന്നെ എന്റെ ക്രിയാറ്റിൻ ഒക്കെ കൂടി, യൂറിനിൽ നിന്നൊക്കെ പ്രോട്ടീൻ ഒക്കെ ഒത്തിരി ലീക്ക് ആവാൻ തുടങ്ങി. ബിക്കോസ് ഞാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് ഇങ്ങനെ നീര് വെച്ചായിരുന്നു. അപ്പത്തേന് പിന്നെ അവരെനിക്ക് കിഡ്നി ഡോക്ടർ വന്നിട്ട് തന്നെ പിന്നെ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തപ്പോ സെയിം തന്നെയാണ്. അപ്പത്തേന് അപ്പോഴാണ് ആക്ച്വലി ഞാൻ അറിയുന്നത് എനിക്ക് 70% കിഡ്നി എന്റെ ഓൾറെഡി ഫെയിൽഡ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയപ്പോ ഡോക്ടറിന് ഫോളോ അപ്പിന് പോയപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമൊന്നും വരത്തില്ലായിരുന്നു, പക്ഷെ ഈ BP-യും ഇതൊന്നും വരത്തില്ലായിരുന്നു, നിന്റെ ലൈഫ് ഇങ്ങനെ പോയേനെ, പക്ഷെ നീ പ്രഗ്നന്റ് ആയതാണ് ഇത് കുഴപ്പമായത്, നിന്റെ കിഡ്നി ഇത്രയൊക്കെ ബുദ്ധിമുട്ടായത്, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പോയേനെ. ഇനി ഒരിക്കലും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യല്. അന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളൂ. 2013 ഇത് സംഭവിച്ചത്. അപ്പത്തേന് പറഞ്ഞു, ഇനി നീ പ്രഗ്നൻസി, ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞു, നീ പ്രഗ്നൻസി ട്രൈ ചെയ്യല്. എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി നിനക്ക് നിന്റെ വൈഫിന് വേണമെങ്കിൽ നീ ഒരിക്കലും പ്രഗ്നൻസി ട്രൈ ചെയ്യല്, ഇങ്ങനെയൊക്കെ പോട്ടെ, പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഇതേ ഉള്ളൂ, ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, മെഡിസിൻ കഴിച്ചാലും അത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇതേ ഉള്ളൂ, നിങ്ങൾ ഇനി ഒരു ട്രാൻസ്പ്ലാന്റിന് വേണ്ടി നോക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു, ഫോളോ അപ്പ് എല്ലാം കഴിഞ്ഞു. പിന്നെ എത്ര നാൾ വീട്ടിൽ ഇരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഒരു ജോലിക്ക് ഹോസ്പിറ്റലിൽ കയറി. എന്റെ ഹസ്ബൻഡ് കുറച്ചു ദിവസം അവിടെ ജോലി ചെയ്തു. ഞങ്ങളുടെ ലൈഫ്, ഞങ്ങള് ഞാൻ യമനിൽ കിടന്നുണ്ടാക്കിയതും പിന്നെ എന്റെ ഹസ്ബൻഡും കുവൈറ്റ് കിടന്നുണ്ടാക്കിയ ആ ഒരു 2013 ഞങ്ങളുടെ ഒരു വേസ്റ്റ് ഇയർ ആയിരുന്നു. അതുകൊണ്ട് എല്ലാം തീർന്നു. ഞങ്ങൾ ആയി. പിന്നെ ഹസ്ബൻഡ് സ്ട്രോങ്ങിന്റെ സർജറി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ആ സ്ട്രഗിളിന്റെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ എന്റെ പേരൻസ് ഉണ്ടായിരുന്നു, മമ്മി പപ്പ ഉണ്ടായിരുന്നു. എന്റെ വീട് അവിടെയാണ്, അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇത്രത്തോളം വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് വിസിറ്റ് വിസ എടുത്ത് ദുബായ് വന്നു. എന്റെ മമ്മിയുടെ ആങ്ങളെ ഇവിടെ ഉണ്ട്. അങ്കിൾ അങ്ങനെ ദുബായ് വിസിറ്റ് വിസയിൽ കൊണ്ടുവന്നു. ഹസ്ബൻഡിന് ജോലി കിട്ടാൻ പാടായിരുന്നു, എന്നാലും പ്രാർത്ഥിച്ച് ഏതോ ഒരു ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ ഞാനും DH എക്സാം ഒക്കെ എഴുതി ഞാനും ഇവിടെ ദുബായിലോട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഷെയറിംഗിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരാളുടെ സാലറി മതി, ഇവിടുത്തെ റെന്റ് മാത്രം കൊടുക്കാം, പിന്നെ കറണ്ട് ബില്ലും ഇതെല്ലാം പ്രയാസങ്ങളായിരുന്നു. എന്നാലും ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ എല്ലാം നന്മയ്ക്ക് ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. ആ സമയത്ത് നമുക്കെല്ലാം ഒന്നും വാരിക്കോരിയൊന്നും ദൈവം തന്നിട്ടില്ല, പക്ഷെ എന്തൊക്കെ ആവശ്യമുണ്ട് ആ സമയത്ത് ദൈവം അത് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഞാനും കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ജോലി നേഴ്സാണ്, പക്ഷെ എന്നാലും ഇവിടെ ജോലി കിട്ടാൻ പാടാണ്. അങ്ങനെ പിന്നെ എനിക്കൊരു ഒരു ക്ലിനിക്കിൽ ജോലി കിട്ടി. അവിടെ ഞാൻ അവിടെ, പക്ഷെ ഇവിടെ നിൽക്കണമെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഇച്ചിരി ആവശ്യമാണ്. ഒരു കിഡ്നിയുടെ പ്രശ്നമുണ്ട്, പെട്ടെന്ന് ഒരു എന്തെങ്കിലും വന്നാൽ എനിക്ക് ഡോക്ടറുടെ അടുത്ത് പോകണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട്. ബിക്കോസ് നമുക്ക് ഇൻഷുറൻസ് ഇല്ലാതെ വേറെ അടുത്ത് ഒത്തിരി പൈസ കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേനും ഞാൻ പക്ഷെ 3 വർഷം അവിടെ നിന്നു, 3 വർഷം അവിടെ ജോലി ചെയ്തു. ഒരു ഇൻഷുറൻസും ഇല്ലായിരുന്നു. എന്നാലും ദൈവം കൃപയാൽ എനിക്ക് ഒരു പനി പോലും ദൈവം വരുത്തിയിട്ടില്ല. എനിക്ക് എന്റെ പൈസ, ഞാൻ അധ്വാനിക്കുന്ന പൈസ ഒരു ഡോക്ടർമാർക്ക് കൊടുക്കാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ആയപ്പോൾ 2018 എനിക്ക് ഈ ഹോസ്പിറ്റലില് മെഡിക്ലിനിക് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില് ജോലി കിട്ടി. ഞാൻ ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് എനിക്ക് ICUലാണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു. ഞാനും വേറെ ഒരു കൊച്ചും ഉണ്ടായിരുന്നു. ആ കൊച്ച് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ബിക്കോസ് ആ കൊച്ചിന്റെ അറിയുന്ന ഒരു ചേച്ചി ICUയിൽ ജോലി ചെയ്യുന്നു. ആ ചേച്ചിയുടെ റെക്കമെൻഡേഷനിലാണ് പുള്ളിക്കാരി വന്നേ. അപ്പത്തേന് അവൾ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേന് ബിക്കോസ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയണ്ടല്ലോ, അവർ നമ്മളെ എടുക്കത്തില്ല, അവളെ ആയിരിക്കും. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളായിരുന്നു. അങ്ങനത്തേന് ഞങ്ങൾ ഇന്റർവ്യൂക്ക് പോയി. അവിടുത്തെ മാനേജറാണ് ഒരു ലെബനീസ് ഒരു ആളാണ്, പുള്ളിക്കാരനാണ് ഇന്റർവ്യൂ എടുത്തത്. എങ്ങനെയോ അന്ന് എനിക്ക് പനിയായിരുന്നു, പെട്ടെന്ന് ഒരു പനി വന്നു, ഞാൻ പനിയായിട്ടാണ് പോയത്. അങ്ങനെ അവർ ഇന്റർവ്യൂ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ പോന്നു. അപ്പൊ എന്റെ കോൺഫിഡൻസ് അവർക്ക് കിട്ടത്തുള്ളായിരുന്നു, ബിക്കോസ് അപ്പൊ ഓഫ്കോഴ്സ് ആണ് അവിടുത്തെ ഒരു ജോലി ചെയ്യുന്ന ആളുടെ റെക്കമെൻഡേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ
കുഴപ്പമില്ല നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാ കാര്യങ്ങളൊക്കെ. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല, ദൈവത്തിന് ഹിതമാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മെയിലിനകത്ത് നിന്ന് ഓഫർ ലെറ്റർ വന്നു, എനിക്ക് ഇവിടെ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അർഹിക്കാത്തടുത്ത് ദൈവം എന്നെ അയച്ചു. സ്പെഷ്യലി ICU ഞാൻ എങ്ങനെ ജോലി ചെയ്യും വീച്ച കിട്ടിയപ്പം ഒരു ടെൻഷൻ, ദൈവമേ ഞാൻ എങ്ങനെ ജോലി ചെയ്യും, ICU ആണ്, ഇൻഫെക്ഷൻ അടിക്കുമോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് ജോലി ചെയ്യാൻ കട്ടിയുള്ള പണിയാ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതുവരെ ക്ലിനിക്കിലായതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെയൊന്നും. അപ്പത്തേന് എന്തായാലും ദൈവം അയക്കുമല്ലോ എന്ന് അയച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അവിടെ പോയി കുഴപ്പമൊന്നുമില്ല, ദൈവം എനിക്ക് ബലം തന്നു, ശക്തി തന്നു, ഞാൻ നല്ലപോലെ ജോലി ചെയ്തു. ജോലി ചെയ്ത് കഴിയപ്പോഴത്തേന് ഞാൻ ആരോട് എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അന്നാണ് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നത്. അത്രയും നാള് എനിക്ക് ആവശ്യമുള്ള മെഡിസിൻ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ മേടിച്ചോണ്ട് വരും, അതായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അല്ല അത് കഴിയപ്പോഴത്തേന് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഇൻ കേസ് അവരെന്നെ മാറ്റിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷെ എന്റെ മലയാളി കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാൻ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിക്കോസ് അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ആണ് ഈ കാര്യം എന്റെ മാനേജർ, ഞാൻ പറഞ്ഞ ലെബനീസ് ആളാണ്, അയാൾ അറിഞ്ഞപ്പോഴത്തേന് എന്നെ ഒരു ദിവസം എന്റെ പുള്ളിക്കാരന്റെ ഓഫീസിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, റിസ നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, നീ എന്താ എന്നോട് പറയാഞ്ഞേ. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. എന്തിനാ കള്ളം പറയുന്നത്, എനിക്കറിയാം നിനക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിനക്ക് കിഡ്നിക്ക് പ്രശ്നമുണ്ട്, നിന്റെ കിഡ്നി ഇങ്ങനെ ഫെയിൽ ആണെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണ്, പക്ഷെ അതെങ്ങനെയാ പറയുന്നത്, നമ്മള് ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മള് ഒരു ജോലിക്ക് കയറണമെങ്കിൽ മെഡിക്കൽ കൊടുക്കണം, മെഡിക്കൽ പാസ്സായാലെങ്കിൽ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. പക്ഷെ ഈ ഭാഗ്യത്തിന് ഇവിടെ മെഡിക്കൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ മെഡിക്കൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയല്ല ഈസ, ജോലി അസുഖം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വരാം, അത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ പോയി ഇവിടുത്തെ കിഡ്നി ഡോക്ടറിനെ കാണിച്ചോന്ന് എന്നോട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു പോയി കാണിക്കണം, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്, നീ അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിയുമ്പത്തേന് ഞാന് ഓക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പോയില്ല. ഇനി അവിടുത്തെ പൈസ വേണം, നമുക്ക് ട്രാൻസ്പ്ലാന്റ് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഒത്തിരി പൈസ വേണം. ബിക്കോസ് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ എല്ലാ ചെക്കപ്പ് ചെയ്യുമ്പോൾ കിഡ്നിയുടെ ഡോക്ടറെ പോയി കാണിക്കുമ്പോൾ ഒരു ഡോക്ടറെ അല്ല പല പല ഡോക്ടറെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവർ ലാസ്റ്റ് ഇതേ പറയത്തുള്ളൂ, വേറെ ഓരോ ഓപ്ഷനും എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ കേൾക്കുന്നു, വരുന്നു, അതുപോലെ വരുന്നു, അത് മറന്നു പോകുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള നിവർത്തിയില്ല. ഓ അതുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. ദൈവം നടത്തും, അല്ലെങ്കിൽ ദൈവം വിടുവിക്കും. അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ പോയില്ല. പിന്നെ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ലീസ നീ പോയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ തന്നെ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു നീ ഇനി പോണോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം നെഫ്രോളജിസ്റ്റ് അടുത്ത് പോകുന്നത്. ആ ഡോക്ടർ നല്ല ഒരു കിഡ്നിയുടെ ഡോക്ടറാണ്. പുള്ളിക്കാരൻ എല്ലാം കാര്യങ്ങൾ ചെയ്തു. അവിടെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി നല്ല ഒരു മനുഷ്യയായിരുന്നു. പുള്ളിക്കാരി പിന്നെ എന്റെ ലിസ്റ്റിനകത്ത് എല്ലാം ചെക്കപ്പ് ചെയ്തു, എല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് ലിസ്റ്റ് പേരിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടെങ്കിൽ നിനക്ക് പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കിഡ്നി തരാൻ ആരും ഇല്ല. ബിക്കോസ് എന്റെ മമ്മിക്ക് ഷുഗർ ആണ്, പിന്നെ എന്റെ സിസ്റ്റർ ആണെങ്കിൽ അവർക്ക് എന്റെ ഗ്രൂപ്പ് വേറെ ആണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കിഡ്നി മാച്ച് ആരുടെ ആവത്തില്ല. ഹസ്ബൻഡും ഷുഗർ ഉണ്ട്, BP ഉണ്ട്. അത് ഹസ്ബൻഡും സഹോദരിയും അപ്പനും അമ്മയുടെ അല്ലാതെ വേറെ ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റിൽ പേരിട്ടു. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒന്നും വന്നില്ല, എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല. പക്ഷെ ട്രാൻസ്പ്ലാന്റ് കേസസ് ഒത്തിരി നടക്കുന്നുണ്ട്. ഞാൻ ICU നിൽക്കുന്നതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ആണ് കൂടുതൽ അവിടെ സർജറി കഴിഞ്ഞിട്ട് അവിടെ വരുന്നത്. അപ്പൊ ഞാൻ എല്ലാരെയും കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോഴത്തേനും ഓരോരുത്തരും എന്നോട് ചോദിക്കും എന്താ റീസൺ നിന്റെ ഇത് വരാത്തെ, നിനക്ക് എന്താ വരാത്തെ, നിന്റെ പേര് ലിസ്റ്റിൽ അവർ മേലോട്ട് വെക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മേലോട്ട് വെച്ചാലും താഴെ വെച്ചാലും മാച്ച് ആയി
ഇല്ലെങ്കിൽ അത് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സമയമായി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും വരാത്ത. എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താ റീസി കിട്ടാത്ത എന്നൊക്കെ. എപ്പോഴും ഞാൻ പറയുമായിരുന്നു എനിക്ക് ചിലപ്പോ എന്റെ സമയമായി കാണത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേന് അങ്ങനെ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കോവിഡായി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഡാഡിക്ക് ലങ് ക്യാൻസർ ആയി. അപ്പോഴും ഞങ്ങൾ ഭാരപ്പെട്ടു. ലങ് ക്യാൻസർ ആയതുകൊണ്ട് ഒരു കീമോ, റേഡിയേഷൻ, പല പല കാര്യങ്ങളുണ്ട്. അനീറ്റി ജസ്റ്റ് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അനീറ്റിയുടെ കല്യാണമായിരുന്നു, കല്യാണം കഴിച്ചു, പഠിച്ചിറങ്ങിയത്. അവളും ദുബായി വന്ന് ജോലിക്ക് കയറിയതേ ഉള്ളൂ. അപ്പത്തേനെ ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഭാരപ്പെട്ടു. ബിക്കോസ് ഫൈനാൻഷ്യൽ എന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഒരു രോഗമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ദൈവം അന്നേക്ക് തരുന്നു. ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒന്നും ഇല്ലാതെ ദൈവം ഞങ്ങൾക്ക് ഒത്തിരി ആർഭാടം ഒന്നും ഇല്ലെങ്കിലും എന്നാലും അന്നേക്കുള്ള ദൈവം തരുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് എന്റെ ഡാഡിക്ക് ക്യാൻസർ വന്നേ. ക്യാൻസർ വന്നപ്പോഴത്തേന് പിന്നെ ഞങ്ങൾ വിഷമിച്ചു, ഇനി എന്തോ ചെയ്യും, ഡാഡിനെ നോക്കണ്ടേ, ഇനി കീമോതെറാപ്പി ചെയ്യണ്ടേ. മമ്മി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേനാണ് പിന്നെ ദൈവം ഒരു വഴി ഒരുക്കിയത്. ഡൽഹി തന്നെ കേജ്രിവാൾ വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റൽ, ക്യാൻസർ ഹോസ്പിറ്റൽ പുതിയതായിട്ട് തുടങ്ങി. അത് ഒരു ഡൽഹി വെസ്റ്റുകാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾ വെസ്റ്റിലായിരുന്നോണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റി. അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പോലെ അല്ല, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എങ്ങനെ കെയർ കിട്ടുന്ന, ഒരു തിരക്കും ഇല്ലാതെ, ഒന്നും ഇല്ലാതെ, എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ഇതായിരുന്നു ആ ഹോസ്പിറ്റല്. അപ്പം എന്റെ ഡാഡി തന്നെ പോയി അവിടെ കീമോ എടുത്തോണ്ട് വരുമായിരുന്നു. എനിക്ക് തോന്നില്ല ഒരു 5 പൈസ ഞങ്ങൾ അതിന് കീമോക്ക് വേണ്ടിയോ റേഡിയേഷന് വേണ്ടിയോ ചെലവാക്കേണ്ടി വന്നു. ആ കാര്യവും ദൈവം, ഞങ്ങളുടെ അവസ്ഥ, സ്പെഷ്യലി എന്റെ മമ്മിയുടെ അവസ്ഥ ഓർത്തിട്ടും ദൈവം ആ വഴി ഒരുക്കി. അങ്ങനെ ഡാഡിയുടെ ട്രീറ്റ്മെന്റ് 1 വർഷത്തോട് നടന്നു. 2019 2019 എന്റെ 2020 ഫെബ്രുവരിയിൽ അങ്ങനെ എന്റെ ഡാഡിയുടെ ഒരു ലങ്സിന്റെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എന്റെ അനീതിയുടെ കല്യാണമായിരുന്നു 2019 നവംബറിൽ. അന്നുവരെ ഡാഡി കുഴപ്പമില്ലാതെ പിടിച്ചു നിന്ന് നടന്ന് എന്റെ അനീതിയുടെ കല്യാണമായി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഡൽഹിയിലായോണ്ട്, തണുപ്പായോണ്ട് ഡിസംബറിലായപ്പോഴത്തേന് എന്റെ ഡാഡി പിന്നെ കിടപ്പായി. പിന്നെ ഡാഡിക്ക് ഓക്സിജൻ ഞങ്ങൾ അവിടെ തന്നെ കൊടുക്കുമായിരുന്നു. ജനുവരി പോയി ഞാനും എന്റെ അനീതി ഡാഡിനെ കണ്ടു. ഫെബ്രുവരി ആയപ്പോഴത്തേന് ഡാഡി മരിച്ചുപോയി. ഞങ്ങള് ഡാഡിയുടെ ഫ്യൂണറലിലൊക്കെ പോയി. ഫ്യൂണറലെല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ബിക്കോസ് ഏറ്റവും അനുഗ്രഹപ്പെട്ട രീതിയിൽ ദൈവം എന്റെ ഡാഡിനെ അയച്ചു. എല്ലാം പ്രേയറും എല്ലാം. എന്റെ ഡാഡി ഒരു ഹിന്ദു ആയിരുന്നു, പക്ഷെ സ്നാനപ്പെട്ടു. പക്ഷെ എന്നാലും ദൈവം ഏറ്റവും നല്ല ഒരു ഫ്യൂണറൽ സർവീസ് എന്റെ ഡാഡിക്ക് ദൈവം നൽകി. അതിന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് 4 പേരും ഇങ്ങോട്ട് വന്നു. എന്റെ അനീതി ഇവിടെ ഉണ്ട്. ഞങ്ങൾ വന്നതിന്റെ അന്ന് തന്നെ ഇവിടെ ലോക്ക്ഡൌൺ ആയി. എല്ലായിടത്തും ലോക്ക്ഡൌൺ ആയി കോവിഡ് ആയപ്പോഴത്തേന്. അങ്ങനെ കൊറോണ സ്റ്റാർട്ട് ആയപ്പോഴത്തേന് എല്ലാ ലൈഫും അങ്ങോട്ടൊക്കെ മാറി. എന്റെ ഹസ്ബൻഡ് ജോലി പോയി. എനിക്ക് ജോലിക്ക് പോകണം. എനിക്ക് ഒരു കിഡ്നിയുടെ പ്രയാസമുണ്ട്. ഈ കോവിഡ് പേഷ്യൻസിന്റെ ഇടയ്ക്ക് എനിക്ക് പോകണം. ഞാൻ എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലും ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും, ഒന്നും വരുത്തത്തില്ലെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. മാർച്ച് ആയപ്പോഴത്തേന് എന്റെ പൊട്ടാഷ്യം കൂടാൻ, ക്രിയാറ്റിൻ എന്റെ എപ്പോഴും കൂടുതലായിരുന്നു. പക്ഷെ പൊട്ടാഷ്യം കൂടുമ്പോഴത്തേന് ഡോക്ടർമാർക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. അവർ പറയും ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പൊട്ടാഷ്യം പണ്ട് കുറച്ചു നാൾ തൊട്ട് കൂടുതലാണ്. പക്ഷെ ഞാൻ എന്റെ ഡോക്ടർ ഞാൻ ഇനി ഡയറ്റ് കൺട്രോൾ ചെയ്തോളാം, ഞാൻ ഇത് കഴിക്കത്തില്ല, അത് കഴിക്കത്തില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് ഡയാലിസിസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഇങ്ങനെ മാസങ്ങൾ കൊണ്ടുപോയി. അപ്പൊ ആ ഡോക്ടർ എന്റെ അന്ന് ലീവായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പൊട്ടാഷ്യം സാധാരണ ഞാൻ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് വന്നപ്പോഴത്തേന് ആ റിപ്പോർട്ട് വേറെ ഒരു നെഫ്രോളജിസ്റ്റിനാ ചെന്നേ. അപ്പൊ പൊട്ടാഷ്യം ഭയങ്കര കൂടുതല. അത്
കേട്ട ഉടനെ ആ ഡോക്ടർ ഓടി വന്ന് ICU വന്നിട്ട് പറഞ്ഞു, "ലിസ, പൊട്ടാഷ്യം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡയാലിസിസ് ചെയ്ത് ഇപ്പൊ തുടങ്ങണം" എന്നൊക്കെ പറഞ്ഞു. പോയി ECG എടുക്കുക, ബിക്കോസ് പൊട്ടാഷ്യം കൂടുമ്പോഴത്തേന് അറ്റാക്ക് വരുന്നതിന്റെ ചാൻസസ് കൂടുതലാണ്. പോയി ECG എടുക്കുക, ECG എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഡയാലിസിസ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. എന്റെ മെയിൻ ഡോക്ടർ ആണെങ്കിൽ ആ ലീവിലായിരുന്നു. ആ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇച്ചിരി കൂടെ നീക്കിക്കൊണ്ട് പോയത്. പക്ഷെ ഈ ഡോക്ടർ സമ്മതിച്ചില്ല. ICUല് വന്നപ്പോഴത്തേന് എന്റെ ICUയുടെ ഡോക്ടർമാർ തന്നെ പിന്നെ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല റീസ, സ്റ്റാർട്ട് ചെയ്യ്. എനിക്ക് ഫിസ്റ്റുല ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനസ്സൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞാൻ പിന്നെ പോയപ്പോഴത്തേന് അവര് എന്റെ ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് വന്നപ്പം ആദ്യത്തെ നീഡൽ കുത്താൻ നേർത്തപ്പോ ഞാൻ ഒത്തിരി കരഞ്ഞു. എനിക്ക് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ഈ ഡയാലിസിസ് ചെയ്യേണ്ടി വരല്ലേ വരല്ലേ എന്ന് ഒരു പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ആ മൂമെന്റ് വന്നപ്പോ ഞാൻ ഒത്തിരി ഒത്തിരി ഭാരപ്പെട്ടു. ബിക്കോസ് ഞാൻ ഇത് ബിക്കോസ് ഞാൻ ഒരു നേഴ്സ് ആയതുകൊണ്ട് ഒരു ഡയാലിസിസ് പേഷ്യന്റെയും ഇതൊക്കെ കാണുമ്പോൾ, അവരുടെ വേദനയും ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു മനസ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അന്നാണ് എന്റെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചില്. ഈ കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് എനിക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ആഴ്ചയിൽ 2 പ്രാവശ്യം പോണം, ഡയാലിസിസ് ചെയ്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ഡയാലിസിസ് പോയി ചെയ്യും, എനിക്ക് ഡ്യൂട്ടിയാണ്, ഡ്യൂട്ടിയിൽ ഞാൻ എങ്ങനെ പോയി ചെയ്യും. അപ്പോഴും എന്റെ മാനേജർ അയാൾ ഒത്തിരി എന്നെ സഹായിച്ചു. ഒത്തിരി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ബിക്കോസ് ഈ ഫിസ്റ്റുല ആയതുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പേഷ്യന്റ് അടുത്ത് പോകാനും അല്ലെങ്കിൽ അവരെ പൊക്കാനും, ബിക്കോസ് ഞങ്ങൾ ICU ആണെങ്കിൽ പേഷ്യന്റിനെ പൊക്കാനും പൊസിഷനിങ്ങും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ബെഡ് സൈഡിൽ പോകണ്ട, നീ ഇവിടെ എഡ്മിന്റെ വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. നമ്മുടെ ഇന്റേണലി ആണ്, വേറെ പുറത്തൊന്നും ആരും അറിയണ്ട, HR ഒക്കെ അത് അറിയണ്ട, ബിക്കോസ് എന്റെ ലൈസൻസ് നഴ്സിന്റെ അല്ലേ, അല്ലെങ്കിൽ പിന്നെ അത് ക്യാൻസൽ ആയി പോകും. അതിനെക്കാട്ടി നല്ലത് നമ്മൾ അറിഞ്ഞാൽ മതി, നീ ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ അവിടെ ബെഡ് സൈഡിൽ നിന്ന് മാറ്റി അഡ്മിന്റെ ജോലി ചെയ്തു. കോവിഡ് സമയമാണ്, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഞങ്ങൾക്ക് വാഹനവും ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ ഒരു ബസ് കാണും, മെട്രോ ഒന്നും ഇല്ല. അങ്ങനെ ഒരു ബസ് കാണും. ഞാൻ പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ 1 മണി വരെ ജോലി ചെയ്തിട്ട് 1 മണി തൊട്ട് പോയിട്ട് പിന്നെ 1 മണി തൊട്ട് 4-5 മണി വരെ ഡയാലിസിസ് ചെയ്യുന്നു. ഡയാലിസിസ് ചെയ്തിട്ട് വീട്ടിൽ ബസ് കയറി 2 ബസ് കയറി ഞാൻ വീട്ടിൽ വരുന്നു. അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടി, കുറെ പ്രയാസങ്ങള്, ഭാരങ്ങൾ വന്നു. പക്ഷെ ധൈര്യം തരുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, അത് അത്ഭുതമാണ്. എനിക്കറിയത്തില്ല, ഇപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കും എങ്ങനെ സാധിച്ചു, എങ്ങനെ ചെയ്തു. സാധാരണ ഡയാലിസിസ് ഒക്കെ തുടങ്ങുമ്പോൾ ആൾക്കാർ ജോലിയെല്ലാം വിട്ട് വീട്ടിൽ ബിക്കോസ് അവർക്ക് ജോലി ചെയ്യാനുള്ള ഇതില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ പോയ ദൈവത്തോട് ഒരു പ്രാർത്ഥന ഉള്ളത്, ദൈവം ഞാൻ ആർക്കും ഒരു ഭാരമായി മാറല്ലേ. എനിക്ക് ഞാൻ ഡയാലിസിസ് ചെയ്യുന്നു, ദൈവം എനിക്ക് ഒരു രോഗം തന്നു, പക്ഷെ എനിക്ക് അത് നേരിടുവാനുള്ള ഒരു ധൈര്യം ദൈവം എനിക്ക് നൽകണം. ആ ബലവും ശക്തി ദൈവം നൽകണം. സ്പെഷ്യലി ജോലി ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് നൽകണം. ആ കൃപ ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. 3 വർഷത്തോടെ എന്റെ ഹസ്ബൻഡിന് ജോലി ഇല്ലായിരുന്നു. ഫൈനാൻഷ്യലി ഒത്തിരി ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും കോവിഡ് സമയമായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് എന്നും ജോലിയില്ല. പിന്നെ ഇവിടെ ചർച്ച് ഓഫ് ഗോഡിലാണ് പോകുന്നത്. എനിക്ക് ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഒരു ഒരു ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ ആണ്. അവരെന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളെ അന്വേഷിക്കാനും ഞങ്ങളെ സഹായിക്കാനും ഒത്തിരി അവരെന്നെ സഹായിച്ചു, ഞങ്ങളെ താങ്ങിയിട്ടുണ്ട് അവര്. ഇപ്പോഴും അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം. അങ്ങനെ ഡയാലിസിസ് ചെയ്ത് ഇങ്ങനെ പോയി. ഡയാലിസിസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നല്ല ബുദ്ധിമുട്ടുകള്. ഞാൻ ബസ് കയറി വരണം, വണ്ടിയില്ല, രാത്രി ബസ് കയറിയിട്ട് ഇറങ്ങിയിട്ട് ഛർദിച്ചിട്ട് പിന്നെ ബസ് കയറിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്നാലും ദൈവം ഇത്രത്തോളം എന്നെ ബലപ്പെടുത്തി. ദൈവത്തിന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എന്തൊക്കെ വന്നാലും വിശ്വാസം വിടല്ലേ, ദൈവം നമ്മളെ കൈവിടത്തില്ല, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ധൈര്യം നൽകുന്ന ദൈവമാണ്. അതുപോലെ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങനെ 2 വർഷത്തോട് ഞാൻ ഡയാലിസിസ് ചെയ്തു. ഒരു പ്രാവശ്യം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജനുവരി ലാസ്റ്റ് ആയിരുന്നു. എന്റെ ഡോക്ടർ എന്റെ അടുത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, റീസ നിനക്ക് കിഡ്നി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ തന്നെ ഓടി വന്നു. അപ്പൊ തന്നെ ഞങ്ങളുടെ ഐസിയുടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, പുള്ളിക്കാരനോടുത്ത് പോയി പറഞ്ഞു ലിസയ്ക്ക് കിഡ്നി കിട്ടി. അപ്പൊ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പം ബിക്കോസ് കാത്തിരിക്കുന്ന സാധനങ്ങളല്ലേ. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നു, ഇത്ര പേരുടെ ട്രാൻസ്പ്ലാന്റ് കാണുന്നു. മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടില്ലെന്നില്ല, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവം എനിക്ക് എന്താ കിട്ടാത്ത, എനിക്ക് എന്താ കിട്ടാത്തെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും കിട്ടി നമുക്ക്. നീ അപ്പം എന്റെ അടുത്ത് കോർഡിനേറ്റർ വന്ന് പറഞ്ഞു, ഇനി നീ വീട്ടിൽ പോണ്ട, നീ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് പറ, ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ പറ, ഇനി ഇന്ന് തന്നെ അഡ്മിറ്റ് ആവണം, ബിക്കോസ് ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നു, കുറച്ച് ഇഞ്ചക്ഷനും മെഡിസിൻ ഒക്കെ കൊടുക്കണം. അതുകൊണ്ട് നീ ഇനി വീട്ടിൽ പോണ്ട, അടുത്ത ദിവസം നിന്റെ ട്രാൻസ്പ്ലാന്റ് ആവും. അങ്ങനെ ഞാൻ പിന്നെ അന്ന് രാത്രി തന്നെ ICU തന്നെ അഡ്മിറ്റ് ആയി. ലൈക്ക് എന്റെ ഹോം, എന്റെ വീട്, എന്റെ ചുറ്റിലും എന്റെ ആൾക്കാർ, എന്റെ സ്റ്റാഫ് എല്ലാവരും ഒത്തിരി കംഫർട്ട് സോൺ ആയിരുന്നു. ICU തന്നെ ഞാൻ അഡ്മിറ്റ് ആയി. രാത്രി എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്തു. പിറ്റേ ദിവസം എന്റെ പൊട്ടാഷ്യം പിന്നെ കൂടിയായിരുന്നു. അപ്പൊ തന്നെ അവര് പറഞ്ഞു ഒരു ഡയാലിസിസ് കൂടെ ചെയ്തിട്ട് നമുക്ക് സർജറിക്ക് വേണ്ടി പോകാൻ. പിന്നെ എനിക്ക് ഒരു വിഷമമായ ദൈവമേ, പിന്നെ ഡയാലിസിസ് ഇതെന്താ തീരാത്തേന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമായി ഈ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ. അപ്പൊ തന്നെ ഞാൻ ദൈവത്തോട് ഞാൻ ഇത്ര പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ ഈ ഡയാലിസിസ് ചെയ്തോണ്ട് എന്നെ നാട്ടിൽ വിടല്ലേ. ബിക്കോസ് നാട്ടിൽ പോയി ഞാൻ എങ്ങനെ ഡയാലിസിസ് ചെയ്യും എനിക്കറിയത്തില്ല. ഒരു ദിവസം ഒരു ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ വേണം. അതല്ലാതെ നമ്മൾ അത്ര യാത്ര ചെയ്ത് പോകണം. പിന്നെ അവിടുത്തെ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏത് ബിക്കോസ് എല്ലാ ഹോസ്പിറ്റലിന്റെ ഇതൊക്കെ ഡിഫറെന്റ് അല്ലേ. ഞാൻ അത്ര ദൈവം എന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ട് എന്നെ നാട്ടിൽ വിടല്ലേ, ഞാൻ നാട്ടിൽ പോയി ഒരിക്കലും ഡയാലിസിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന്റെ ലാസ്റ്റ് ഡയാലിസിസ് അന്ന് സർജറിയുടെ ഒരു 2 മണിക്കൂർ മുമ്പേ അവർ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ സർജറിക്ക് കൊണ്ടുപോയി. എനിക്കൊന്ന് 4-5 മണിക്കൂറോട് സർജറി കഴിഞ്ഞ് ഞാൻ 9:30-10 മണിയായപ്പോഴാണ്, രാത്രി 10 മണിയായപ്പോഴാണ് ഇറക്കിയത്. വേദനകൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഞാൻ പറയത്തില്ല വേദന ഇല്ലായിരുന്നു. വേദന ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം നേരിടാൻ എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നേരിലെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡ്, എന്നെ ധൈര്യപ്പെടുത്താനും. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഞാൻ 3-4 ദിവസം ICUയിൽ കിടന്നു, റിക്കവറായി. അത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അന്നും എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിന് ജോലി ഇല്ലായിരുന്നല്ലോ. അപ്പൊ 24 hours എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് നോക്കാൻ, മമ്മി ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് പിന്നെ ഞങ്ങൾ ഒരു ദിവസം എന്റെ കോർഡിനേറ്റർ പറഞ്ഞു, ലിസ നാളെ ഡിസ്ചാർജ് ആക്കും, അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നതാ. അപ്പൊ പറഞ്ഞു എല്ലാ ദിവസം വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എല്ലാ ദിവസം വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, പിറ്റേ ദിവസം വന്ന് ഡോക്ടറെ കാണണം, ഇങ്ങനെ ഒരു 2 ആഴ്ച ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എങ്ങനെ വരാൻ പറ്റുമെന്ന് പറഞ്ഞു. ബിക്കോസ് ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഈവൻ ടാക്സി വരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് കാറില്ല, ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ല, ഞങ്ങൾ എങ്ങനെ എല്ലാ ദിവസവും വരുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞു റീസ ഇതൊക്കെ പ്രൊസീജിയർ ആണ്, നമുക്ക് എല്ലാ ദിവസവും വന്നേ പറ്റൂ, വേറെ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യട്ടെ, ആരെങ്കിലും വീട്ടിൽ വന്ന് ബ്ലഡ് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ കിട്ടുവാണെങ്കിൽ ഉപകാരമായിരിക്കും, ബിക്കോസ് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ റെന്റില് ഏതെങ്കിലും വാഹനം മേടിക്കണം. പക്ഷെ അത് മേടിച്ചാലും അതിന് റെന്റ് കൊടുക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഇത് ഇല്ലായിരുന്നു. അപ്പത്തേന് അവള് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. നോക്കിയിട്ട് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അവള് പറഞ്ഞു റിസ വീട്ടിൽ വന്ന് ബ്ലഡ് എടുക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് റിസ തന്നെ അറേഞ്ച് ചെയ്യണം, ആരെങ്കിലും അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത് സംസാരിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തരുമ്പോ ഞാന് വിഷമിച്ചിട്ട് വിചാരിച്ചാൽ ഇനി എന്തോ ചെയ്യും, നമ്മള് ഇനി റെന്റിന് കാർ എടുക്കണമെങ്കിൽ എങ്ങനെയാവും, ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ പിന്നെ സഭയുടെ ആൾക്കാർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരാള് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു. ഇതിനു വേണ്ടി വിളിച്ചതല്ല, ജസ്റ്റ് എന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചാണ്. അപ്പം ചർച്ചിന്റെ ഒരു ബ്രദറാണ്. ആ ബ്രദറുടെ ഇവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പൊ ആ ബ്രദർ എങ്ങനെയുണ്ട് റീസയ്ക്ക് എങ്ങനെയുണ്ടൊക്കെ പറഞ്ഞപ്പോഴത്തേനും വീച്ചാൻ പറഞ്ഞു അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആരെങ്കിലും റെന്റിൽ നിന്ന് എനിക്ക് കാറ് കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പത്തേനും പറഞ്ഞു റെന്റിന് എന്തിനാ എടുക്കുന്നത്, എന്റെ ഒരു എംപ്ലോയി ഡ്രൈവർ നാട്ടിൽ പോവാണ്, ഒരു 2 ആഴ്ചത്തേക്കിന് വേണമെങ്കിൽ ഞാൻ എന്റെ കാർ തരാന്ന് പറഞ്ഞിട്ട്
ആ പുള്ളിക്കാരന് ഞങ്ങൾക്ക് കാറ് തന്നു. അങ്ങനെ ഞങ്ങള് ദൈവം ആ സ്പോട്ടിൽ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒന്നും ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ദൈവം അത് ഞങ്ങൾക്ക് തന്നിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ ദൈവം ഒരു വാതിൽ തുറന്ന് പെട്ടെന്ന് ആ ബ്രദറുടെ ഫോൺ വരുവാനും ചേട്ടന്റെ ഫോൺ വരുവാനും ഇത് എല്ലാം പെട്ടെന്ന് റെഡിയായി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് 2 ആഴ്ചത്തേക്കിന് അങ്ങനെ കാറ് കിട്ടി. പിന്നെ 2 ആഴ്ചത്തേക്കിന് ഇങ്ങനെ കണ്ടിന്യൂസ് പോകണമായിരുന്നു ഡോക്ടറായിട്ട്. പിന്നെ അത് 2 ദിവസം 3 ദിവസം ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ ആയിട്ട് വരുന്നു. അപ്പത്തേന് ഞാൻ പറഞ്ഞു ഇനി ചേട്ടന്റെ കാറ് തിരിച്ചു കൊടുക്കാനായിരിക്കും, ബിക്കോസ് ഇത് ഡ്രൈവർ തിരിച്ചു വരാറായല്ലോ, അപ്പൊ നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പത്തേനാണ് അച്ചായ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഡ്രൈവറിന് എന്തോ ചെറിയൊരു ആക്സിഡന്റ് ആയി, അതുകൊണ്ട് ഇപ്പൊ വരുന്നില്ല, കുറച്ച് ദിവസം കൂടെ നിങ്ങൾ ആ കാർ വെച്ചോന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം ഞങ്ങള് ദൈവം ആ വണ്ടി ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ആ ആ വാഹനം ദൈവം ഞങ്ങൾക്ക് നൽകിയ ആ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ഒരു ലോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ആ കൃത്യസമയത്ത് അപ്പൊ നടത്തി. അത് അങ്ങനെ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ഹസ്ബൻഡ് നോക്കി. 3 മാസത്തോളം ഞാൻ ഐസൊലേറ്റഡ് പീരീഡിലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ അങ്ങനെയൊന്നും എനിക്ക് ആരും വീട്ടിൽ വരാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. 3 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ ഒത്തിരി ഇമ്യൂണോസപ്രസീവ് എന്ന് പറഞ്ഞ മെഡിസിൻസ് ഒത്തിരി കഴിക്കുന്നുണ്ട്. അപ്പം എന്റെ ഇൻഷുറൻസിൽ ആക്ച്വലി ഈ ട്രാൻസ്പ്ലാന്റ് ഒന്നും കവർഡ് ആവത്തില്ല. പക്ഷെ ഈ ലിസ്റ്റിലെ പ്രകാരം ദുബായ് ഗവൺമെന്റ് തന്നെ അവരുടെ ചെലവിലാണ് നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തു തരുന്നത്. അങ്ങനെ അതിന്റെ എല്ലാ ചെലവുകളെല്ലാം ഇവിടുത്തെ ഗവൺമെന്റ് ആണ് എനിക്ക് ചെയ്തു തന്നെ. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഫ്രീ എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടില്ല. എന്നാലും ഇവിടെ ഈ ദുബായി വന്നിട്ട് ദൈവം എനിക്ക് ഒരു വഴി ഒരുക്കിയതിനായ ദൈവത്തിന് സ്തുതിക്കും, നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് 1 വർഷത്തെ മെഡിസിൻ, ബിക്കോസ് ഇതിന്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കഴിക്കുന്ന മെഡിസിൻ ഭയങ്കര കോസ്റ്റ്ലി ആണ്. പിന്നെ പിന്നെ അത് കുറഞ്ഞു വരും. ഭയങ്കര കോസ്റ്റ്ലി ആണ് അത്. പക്ഷെ 1 വർഷം വരെ ആ മെഡിസിൻ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 1 വർഷം വരെ അത് കവർഡ് ആണ്. ഈ ഗവൺമെന്റ് തന്നെ നമുക്ക് എല്ലാ മെഡിസിൻസ് തരും. അത് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ തന്നെ മേടിക്കണം. അപ്പൊ തന്നെ മേടിക്കുന്ന അപ്പൊ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ബിക്കോസ് ഞങ്ങളുടെ ഇൻഷുറൻസിൽ നമ്മൾ മെഡിസിൻ മേടിക്കുകയാണെങ്കിൽ 30% കോ പേയ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കണം. അപ്പൊ നീ ഒരു കാര്യം ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ, നീ ആരാണോ നാട്ടിൽ നിന്ന് വരുന്നത്, ഇപ്പൊ ഞങ്ങള് കോവിഡ് ആയതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാനും പറ്റത്തില്ല, എന്റെ ഹസ്ബൻഡും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ആയപ്പോഴത്തേന് പിന്നെ എന്റെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ആ കോർഡിനേറ്റർ എന്നെ വിളിച്ചു, വിസ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അവർ 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേന് ഞങ്ങൾ ദൈവത്തിനോട് സ്തുതി പറഞ്ഞു. ബിക്കോസ് എന്റെ ഹസ്ബൻഡ് ജോലി ഉള്ളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് ജോലി ഇല്ലാത്തതുകൊണ്ട് എന്റെ ഒരു സാലറി കൊണ്ട് ഈ റെന്റും കൊടുത്ത്, ഇതുവരെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വില്ലയിലാണ്. അവിടെ ഒരു റൂമും ഒരു കിച്ചണും ബാത്റൂം മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞങ്ങൾ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെയാണ് ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും എല്ലാം സെപ്പറേറ്റ് വേണ്ടേ, ബാത്റൂമും ഇതുമെല്ലാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഫ്ലാറ്റിലോട്ട് മാറി. ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ മാറണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്നാലും ദൈവം അതിനുള്ള വഴി ഒരുക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഈ ഫ്ലാറ്റ് മേടിക്കുന്നതും ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ബിക്കോസ് ഇവിടെ എല്ലാം ഫ്ലാറ്റിന് ഭയങ്കര വിലയാണ്. പക്ഷെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു ചീപ്പ് വിലയിൽ ഒരു ഫ്ലാറ്റ് ആണ്. അതും 4 മാസത്തോട് ഞങ്ങൾ ഇന്ന് വന്ന് നോക്കി. ഞങ്ങൾ പറഞ്ഞു പക്ഷെ ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഞങ്ങൾക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ ഇല്ല. ഒരു 4 മാസം കൂടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. വെയിറ്റ് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആരെങ്കിലും വന്ന് അപ്പത്തേന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ആ ബസ്സിൽ പോകുമ്പോൾ ഈ ഫ്ലാറ്റ് കാണാൻ പറ്റും, ദൈവമേ ഞങ്ങൾക്കുള്ളതാണെങ്കിൽ അവിടെ തന്നെ നിർത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ 4 മാസം കഴിഞ്ഞു. ഇവിടെ പല ആൾക്കാർ വന്നു. പക്ഷെ ആരും ആ ഫ്ലാറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്തോ അവിടുത്തെ ഓണർ അത് കൊടുത്തില്ല. അതുകൊണ്ട് പിന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ ഫ്ലാറ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടി. ഈ ഫ്ലാറ്റ് വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ബിക്കോസ് ഇവിടെ 2 സെപ്പറേറ്റ് ബാത്റൂം ഒക്കെ വേണമായിരുന്നു. എല്ലാം ആ സമയത്ത് എല്ലാം എന്തൊക്കെ എനിക്ക് വേണ്ടിയത്, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആ ദൈവം ആ സമയത്ത് എല്ലാം ചെയ്തു തന്നു. അതുപോലെ തന്നെ ഇപ്പം
അപ്പം 2 വർഷം കൂടെ ഈ മെഡിസിൻ കവറേജ് പറഞ്ഞു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. എന്റെ ഹസ്ബൻഡിന് ജോലിയായി. നമ്മൾ മനുഷ്യരല്ലേ, പിന്നെ ടെൻഷൻ. എന്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്, കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് പേയ്മെന്റ് പേ ചെയ്യാൻ പറ്റും. പക്ഷെ ഒത്തിരി കോസ്റ്റ്ലി ആണ്. ഒരു ആ മെഡിസിനെ തന്നെ ഒരു 30% കൊടുക്കുമ്പോഴത്തേന് ഇവിടുത്തെ 500-700 ആകുമ്പോഴത്തേന് ഒരു 20,000-25,000 മേളിലാവും എന്റെ പേയ്മെന്റ്. അപ്പത്തേന് ഞാന് ഓർത്ത് ദൈവമേ ഇനി എന്തോ ചെയ്യും, ഇനി അടുത്ത എന്തോ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പത്തേന് അവര് എന്റെ കോർഡിനേറ്റർ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ കോർപ്പറേറ്റ് HR സംസാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ആ മെഡിസിന്റെ പേയ്മെന്റ് കൊടുക്കണ്ടെന്ന് അവര് ഞങ്ങൾക്ക് ഫ്രീ ആക്കി തന്നു. അങ്ങനെ ഒരു വഴി ദൈവം തുറന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പം ആ മെഡിസിന് ഒരു പൈസ മുടക്കേണ്ടി വന്നില്ല. ഇങ്ങനെ ഞങ്ങള് എന്റെ ജീവിതാനുഭവം എല്ലാരോടും പങ്കുവെക്കാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രേ പറയുള്ളൂ. നിങ്ങൾ എത്ര എത്ര പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരു ദൈവം ഉണ്ടല്ലോ, അതിനങ്ങ് ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യുക, സ്നേഹിക്കുക. എനിക്കറിയത്തില്ല എനിക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്, എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ ഒത്തിരി 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 എല്ലാവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളല്ല. പക്ഷെ എന്റെ ഉള്ളിൽ ദൈവഭയമുണ്ട്. എനിക്ക് ദൈവഭയമുണ്ട്. ദൈവത്തിനുള്ള സ്നേഹം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം ഞാൻ ഒന്ന് പേടിക്കും. എന്റെ ദൈവം എന്നെ എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. ബിക്കോസ് ആ ഭയം, ദൈവഭയം എപ്പോഴും മനസ്സിലുള്ളിൽ നമുക്ക് നല്ലതാണ്. അതാണ് ഞാനൊക്കെ നമുക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്ക് ചിലപ്പോൾ ഒത്തിരി അറിയാം. ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് ഇല്ല, ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തിന് മുട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിനുള്ള സ്നേഹം, ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു പല പ്രാവശ്യം പല ആൾക്കാര്, ജാതികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ദൈവം നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്. ഞാൻ പറഞ്ഞു അത് ശരിയാ. എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ഒന്നും നടക്കത്തില്ല, പക്ഷെ നീ പറഞ്ഞ ദൈവം അപ്പം നിന്നോട് എന്തോ പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഒത്തിരി, ബിക്കോസ് എന്റെ അപ്പന്റെ സ്നേഹം ഞാൻ കൊച്ചിലെ അനുഭവിച്ചിട്ടില്ല. എന്റെ അപ്പന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്റെ ക്രിസ്തുവാണ്. എന്റെ എല്ലാ കാര്യങ്ങൾ പറയുന്ന എന്റെ കർത്താവിനോടാണ്. ആ അപ്പന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചേ. പിന്നെ വലുതാവുമ്പം എല്ലാം ശരിയാവും മക്കളെ, പാസ്റ്റാണ്ടി പറയും ശരിയാവും മക്കളെ, ലിസയ്ക്ക് നല്ലത് കിട്ടത്തോളൂ, അതൊക്കെ എല്ലാം വരുമ്പോഴത്തേന് ദൈവം തരുന്ന എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ തന്നു. എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ചേർന്നപ്പോ ആണ് എനിക്ക് ഒരു ആണിന്റെ സ്നേഹം, ഒരു ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ ഉള്ളൂ, എന്റെ അനിയത്തിയുണ്ട്. ആണിന്റെ സ്നേഹം എന്തുവാണ്, ഒരു അപ്പനെ പോലെ കരുതൽ എങ്ങനെയാണെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡ് അതുപോലെ ഒരു അപ്പനെ പോലെ എന്നെ കരുതി നടത്തും. വേറെ ഒരു ഭർത്താവ് ആയിരുന്നെങ്കിൽ ചിലപ്പം ഒരു വിശ്വാസി ആയോണ്ടായിരിക്കും എന്റെ കൂടെ ഇങ്ങനെ നിന്നത്. അല്ല വേറെ ഒരാളായിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പൊ വിശ്വാസികളെ പറയാൻ പറ്റില്ല, ചിലപ്പോ അവരും മനസ്സ് മാറി പോവും. പക്ഷെ എന്നാലും അവരുടെ കുടുംബവും എന്റെ ഹസ്ബൻഡിന്റെ ഒരു മോട്ടിവേഷൻ ആണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. എന്റെ ഹസ്ബൻഡ് ഇപ്പം ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഇനി നിർവഹിക്കാനുണ്ട്. ദൈവം പറഞ്ഞ വാഗ്ദാനം ഇനി ഒരു തലമുറയാണ്. ദൈവം അതും എത്ര വേഗം അത് ഞാൻ വിശ്വസിക്കുന്നു. പൈസയല്ല, ഫൈനാൻഷ്യലി നമുക്ക് ഇല്ല. ഞാൻ പറയുന്ന പോലെ എന്റെ കയ്യിൽ ഒരു 5 പൈസ ഇന്ന് വരെ ഞങ്ങളൊന്നും കരുതിയിട്ടില്ല. ഞാൻ ഒരു ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഇത്ര വലിയ അസുഖമായിട്ട് ഡൽഹിയിൽ നിന്ന സമയത്തായപ്പോഴത്തേന് ആൾക്കാർ വന്ന് പറയും, ഞങ്ങളുടെ അടുത്തുള്ള മോനെ ഒരു ഇൻഷുറൻസ് എടുത്ത, നാളെ ഒരു അബദ്ധം വന്ന, ഡയാലിസിസ് ചെയ്യുന്ന വന്ന മോൻ എന്ത് ചെയ്യും, നമുക്കൊരു ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്നെ നിർബന്ധിച്ച് എനിക്ക് ഒരു ഇൻഷുറൻസ് എടുപ്പിച്ചു. 2 വർഷം ഞാൻ അതിന്റെ പ്രീമിയം ഞാൻ കൊടുത്തു. പക്ഷെ ഞാൻ അതിന്റെ ഒരു 5 പൈസ ദൈവം അതെന്നെ തൊടാൻ സമ്മതിച്ചിട്ടില്ല. ദൈവം പറഞ്ഞു വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യം. അത് ആ 2 വർഷം പിന്നെ ഞാൻ അത് വിട്ടു. എനിക്ക് ഇനി വേണ്ടെന്ന്, ഇനി എന്തിനാ, ദൈവം എല്ലാം തരുന്നു. അതുപോലെ ഇനി അടുത്ത ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പ് വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്പെഷ്യലി എന്റെ ഈ സാക്ഷ്യം എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിന്റെ സ്നേഹം നിഷ്കളങ്കാണ്. നമ്മള്
ചിലപ്പം കള്ളത്തരവും ഇതൊക്കെ കാണിച്ചാലും ക്രിസ്തുയുടെ സ്നേഹം നമുക്ക് ഒരിക്കലും നമുക്ക് അതിന്റെ തിരിച്ചു കൊടുക്കാത്ത ഒരു സ്നേഹമാണ്. നമുക്കറിയാൻ പറ്റില്ല ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നത്, നമുക്ക് അതിന് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ദൈവത്തെ അതുപോലെ സ്നേഹിക്കുക, സ്നേഹത്തെ പോലെ ഭയവും. ദൈവഭയം എപ്പോഴും മനസ്സിൽ, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും, ഈ ലോകമാണ് ഇപ്പോഴും നമ്മൾ ഈ ലോകത്ത് നിൽക്കുമ്പം പല പല നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര് എല്ലാവരും പല പല ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തുവാണെന്ന്, നമ്മൾ ഒരു ദൈവഭയത്തോട് നിൽക്കുന്ന ആളാണെന്ന് ഇതെല്ലാം ചിന്തിച്ചിട്ട് ദൈവത്തിനെ ഉയർത്തി ദൈവത്തെ വിശ്വസിച്ച് നടക്കുക. അതാണ് എൻ്റെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്രത്തോളം സമയം തന്ന ഷാരോൺ ആന്റിക്ക് വേണ്ടി എനിക്ക് നന്ദി പറയുന്നു. എന്റെ മലയാളം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും, എന്നാലും എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഓക്കെ ആന്റി, താങ്ക് യു. താങ്ക് യു മോളെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അടുത്തൊരു അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം തന്ന ആ ബ്ലെസ്സിങ്ങുമായിട്ട് വരുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി കരുതുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി എല്ലാം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്നതിന് മുന്നേ നമുക്ക് വേണ്ടി സകലവും കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പത്രോസിൻ്റെ നമ്മൾ ആ നികുതി പണം യേശു കർത്താവ് പറയുന്നു, നീ പോയി ചൂണ്ടയിടുക, അതിൽ കിട്ടുന്ന മത്സ്യത്തിൻ്റെ അതിലൊരു പണമുണ്ട്, അത് എടുക്കുക എന്ന് പറയുന്നു. അന്നേരം ഒരിക്കലും പത്രോസ് കരുതിയില്ല എനിക്ക് വേണ്ടി അതിലുണ്ടായിരിക്കുമെന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ. യേശു കർത്താവിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് പത്രോസിന് വേണ്ടിയുള്ളതും. പത്രോസ് പറയാതെ തന്നെ പത്രോസിന് വേണ്ടിയുള്ള നികുതി പണവും കരമടയ്ക്കാനുള്ള പൈസയും അതിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുന്നേ എല്ലാം കർത്താവ് കരുതി നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. മോള് പറഞ്ഞ പോലെ നമ്മളൊന്ന് കർത്താവിനെ സ്നേഹിക്കുക, വിശ്വസിക്കുക, ആ ദൈവഭയത്തോടെ നമ്മൾ നടക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. തീർച്ചയായും ദൈവം നമ്മളെ അന്ത്യം വരെയും നടത്താൻ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ പറയാണ്, ദുബായ് കൊണ്ടുപോയിട്ട് ദുബായ് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ കർത്താവ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തില്ലയോ. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ചിലവും മെഡിസിൻ്റെ കാര്യമായാലും എല്ലാം കർത്താവ് അത് നേരത്തെ തന്നെ എല്ലാം അവിടെ കരുതി വെച്ചിട്ട് അതിനുവേണ്ടിയാണ് കർത്താവ് അവിടെ കൊണ്ടുപോയത് തന്നെ, ഇല്ലയോ. കർത്താവിൻ്റെ എത്ര വലിയ അത്ഭുത പ്രവൃത്തിയാണ് അത്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ലോകം മുഴുവന് എല്ലാം ലോക്ക്ഡൗൺ ആയിട്ടെല്ലാം അടഞ്ഞു കിടന്ന സമയത്തും കർത്താവ് നമുക്ക് വേണ്ടി, കർത്താവിനൊരു വാതിൽ തുറക്കാൻ ലോകത്തിലെ ലോക്ക്ഡൗണോ ഒന്നും ഒരു തടസ്സമല്ല. കർത്താവ് ആ സമയത്ത് അത്ഭുതം ചെയ്തതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. പിന്നെയും കുടുംബമായിട്ട് നിങ്ങളെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൊച്ചോമ്പ്രറാണ് ദുബൈയിലുള്ള മോടെ നമ്പർ തന്നത്. ഓൾറെഡി നമുക്ക് ഹിന്ദി ടെസ്റ്റിമണി വന്നു. അനേകർ ആ ഹിന്ദി ടെസ്റ്റിമണി കണ്ട്, ഹിന്ദി അറിയാവുന്ന അനേകർ കണ്ട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലുമായി തീർന്നു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളെ നമ്മളെ അനേകർ കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ റീസന്ന് നമ്മുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്താം. മലയാളം ഒക്കെ ആണെന്ന് പ്രാർത്ഥിക്കാം, അല്ലെ ഇംഗ്ലീഷ് വേണമെങ്കിലും പ്രാർത്ഥിച്ചു. Hallelujah, glory Jesus, hallelujah, sotram, 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 കർത്താവേ, സ്വസ്നായ പിതാവേ, സ്തുതിക്ക് നന്ദി പറയുന്നു അപ്പ. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ഹാലലൂയ, ദൈവസന്നിധി കർത്താവേ, ഹാലലൂയ അപ്പ. ഈ ചാനൽ ത്രൂ കർത്താവേ, എന്റെ അപ്പൻ കർത്താവേ, എന്റെ അപ്പൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾ കർത്താവേ, ദൈവത്തിന്റെ സ്നേഹം എന്തുവാണ് കർത്താവേ, ഹാലലൂയ അറിയാനും കർത്താവേ, അത് അനുഭവപ്പെടാനും കർത്താവേ, ദൈവം എന്നെ ഒരുക്കിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ, ഹാലലൂയ കർത്താവേ. ഒരു യോഗ്യതയില്ലാതെ സ്ഥിതി കർത്താവേ, ദൈവമേ ഇത്രത്തോളം കർത്താവേ, ഇതൊരു ഒരു ഒരു എനിക്കറിയാം, ഞാൻ ഒരിക്കലും എന്റെ ഇതിൽ വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നു. എന്നാലും ദൈവമേ ഹാലലൂയ, ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു ദൈവം എന്നെ കർത്താവെ എനിക്ക് നൽകിയ വിടുതൽ എന്റെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടിയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി അനേക വേദിയിൽ കർത്താവെ ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാനും എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത എന്റെ ഈ സാക്ഷ്യം ത്രൂ കർത്താവെ എല്ലാവർക്കും ഒരു കർത്താവ്, എല്ലാവരുടെയും കർത്താവെ ജീവിതത്തിൽ കർത്താവെ അതൊരു അത്ഭുതം മാറുവാനും കർത്താവെ ദൈവത്തെ അറിയാനും കർത്താവെ ദൈവത്തെ സ്നേഹിപ്പാനും കർത്താവെ ഹാലലൂയ അനേകരെ നേടുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾ കുടുംബമായി ദൈവം നൽകണേ കർത്താവെ. ഇത്ര സമയം കർത്താവെ ദൈവത്തെ സാക്ഷ്യം പറയാനുള്ള കൃപ തേടി നൽകിനായി സ്തോത്രം. ഒരു പ്രയാസ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ കർത്താവെ ദൈവം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കർത്താവ് എല്ലാവരെയും ദൈവക്കാരിലോട്ട് സമർപ്പിക്കുകയാണ് പിതാവെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ ഭാരങ്ങൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഈ കർത്താവെ യേശുവെ, ഹാലലൂയ ഹാലലൂയ കർത്താവെ, ഹാലലൂയ കർത്താവെ ദൈവമേ. അതെല്ലാം കർത്താവെ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കർത്താവെ, മറ്റാരും അറിഞ്ഞില്ലെങ്കിലും കർത്താവെ, ഒരു ചുറ്റിൽ അറിയുന്ന ഒരു ദൈവമുണ്ട് കർത്താവെ. ഞങ്ങളുടെ മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട് കർത്താവെ.
അതിനെല്ലാം ദൈവം മറുപടി കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരുടെ ജീവിതത്തിൽ കർത്താവെ ഒരു അനുഗ്രഹമായി മാറണേ. ഈ വർഷം അവസാന കർത്താവെ, ഞാൻ ചിന്തിച്ചില്ലായിരുന്നു കർത്താവെ ഈ വർഷം അവസാന കർത്താവെ ദൈവത്തിന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് കർത്താവെ. എന്നാലും ദൈവം എനിക്ക് ഒരിക്കൽ കർത്താവെ ആ സമയത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, ഹല്ലേലൂയ, എല്ലാരെയും കർത്താവെ, ഷാറിനാന്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാരെയും കർത്താവെ, എല്ലാ വ്യൂവേഴ്സിനെ കർത്താവെ, എന്നെ എന്റെ കുടുംബത്തെ കർത്താവെ ദൈവകരലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാണ് പിതാവെ. ബലപ്പെടുത്തണേ കർത്താവെ, ഞങ്ങൾക്ക് ശക്തീകരിക്കണേ കർത്താവെ. ദൈവത്തിന്റെ സ്നേഹവും ദയവും മാത്രമാണ് ഞങ്ങളുടെ ആയുധം കർത്താവെ. വേറെ കർത്താവെ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ. ഈ ശൂന്യതയാണ് കർത്താവെ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട കർത്താവെ. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാണ് പിതാവെ. അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണേ അപ്പാ. ആമേൻ. താങ്ക് യു മോളെ. ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പിന്നെയും പുതിയ വർഷത്തിൽ അനേക അത്ഭുത സാക്ഷ്യമായിട്ട് പിന്നെയും നമുക്ക് കാണാം. ദൈവം നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ